ഒരു സംരംഭകയാകണം എന്ന് ഒരു വീട്ടമ്മ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും ഇല്ല. തീർച്ചയായിട്ടും അവർ വിചാരിക്കണം വളരെ ചെറിയ തുച്ഛമായ തുക കൊണ്ട് അവർക്ക് ഒരു സംരംഭകയാകാം. വീട്ടമ്മമാർക്ക് മാത്രമല്ല, വീട്ടിൽ മറ്റ് തൊഴിലുകൾ ഒന്നുമില്ലാതിരിക്കുന്ന ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഓൾറെഡി തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു ബിസിനസ് ഐഡിയയാണ് ഇവിടെ പറയുന്നത്. കേരളത്തിൽ ഉണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കപ്പെടും, ആളുകളിലേക്ക് എത്തപ്പെടും. ഇവിടെ ഇന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷനാണ്, അതിന്റെ മാർക്കറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഒത്തിരി രൂപയൊന്നും വേണ്ട, വലിയ മെഷീനറികൾ ഒന്നും തന്നെ വേണ്ട. വീട്ടിലെ സ്ട്രക്ചർ വെച്ച്, വീട്ടിലെ അവസ്ഥ വെച്ച്, വീട്ടിലെ പാത്രങ്ങൾ വെച്ച്, വീട്ടിലെ കാര്യങ്ങൾ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു ബിസിനസ് ഐഡിയ. ഞാനിവിടെ അതിന്റെ കൂട്ടും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ പറയുന്ന കൂട്ടുകൾ ഒന്ന് ട്രൈ ചെയ്ത് വീട്ടിലെ ആവശ്യത്തിന് മാത്രമായിട്ട് നോക്കുക. അത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് ഈ ബിസിനസ്സിലോട്ട് വരാവുന്നതാണ്. അധികം പൈസയൊന്നും നിങ്ങൾ മുടക്കേണ്ടതില്ല. നിങ്ങൾ മുടക്കിയ പണം, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങൾ ഒരു പരസ്യത്തിന് വേണ്ടി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കടകളിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സാമ്പിൾ പീസ് ആയിട്ട് ഇതിൽ നിന്ന് തന്നെ കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്, ആസ് എ കസ്റ്റമർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കടക്കാരും നിങ്ങളുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കൊരു ചാൻസ് തരാൻ നിർബന്ധിതരാകും. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദ കൊണ്ട് മസാല കാഷ്യൂ ഉണ്ടാക്കുന്ന ബിസിനസ് ആണ്. വളരെ സിമ്പിൾ ആണ്. അതിന്റെ പ്രോസസ് എങ്ങനെയാണെന്ന് മുമ്പോട്ട് ചെറിയ വീഡിയോ കാണിക്കുന്നുണ്ട്. കൂടാതെ അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ചെറിയ അളവ് പറയുന്നു. ആ അളവ് വെച്ച് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അതിന്റെ അളവും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഇത് ഉണ്ടാക്കും എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഡാൽഡയാണ്. ഒരു 200 ml ഡാൽഡ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചേക്കുക. ദെൻ നമുക്ക് വേണ്ടത് 1 കിലോ മൈദയാണ്. ഈ 1 കിലോ മൈദ നന്നായി അരിച്ച് എടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് 30 ഗ്രാം ഉപ്പാണ്. അത് ഈ മൈദയിൽ ഇടുക. ദെൻ 10 ഗ്രാം കുരുമുളക് നന്നായിട്ട് ചതച്ച് ഇതിനകത്ത് ഇടുക. 10 ഗ്രാം ജീരകം ചെറുതായിട്ട് ചതച്ച് ഇതിനകത്ത് ഇടുക. 5 ഗ്രാം അയമോദകം ചെറുതായിട്ട് ചതച്ച് ഇടുക. ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടെ ഇട്ട് മൈദ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിലേക്ക് നമ്മൾ ഓൾറെഡി ചൂടാക്കി വെച്ച 200 ml ഡാൽഡ ഒഴിച്ചു കൊടുക്കുക. ഡയറക്റ്റ് ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല, വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. ദെൻ അതിനുശേഷം 500 ml വെള്ളം ഇതിനകത്ത് ഒഴിക്കുക. ഒഴിച്ച് നന്നായിട്ട് ചൂടായിരിക്കും എങ്കിൽ പോലും ശ്രദ്ധിച്ച് നന്നായിട്ട് ഇളക്കി അത് നമ്മൾ ചപ്പാത്തി പരത്താൻ ആട്ട എങ്ങനെയാണോ റെഡിയാക്കുന്നത് ആ പരുവത്തിലേക്ക് ആക്കി എടുക്കുക. അല്പം ഹാർഡ് ആയിരിക്കുക തന്നെ വേണം. അങ്ങനെ എടുത്ത സാധനം നന്നായിട്ട് പരത്തുക. നല്ല രീതിയിൽ എല്ലാ വശവും കൃത്യമായിട്ട് പരത്തി ഒരേ അളവിലുള്ള പരത്താക്കുക. ഒരു 3 mm അല്ലെങ്കിൽ 2 mm കനത്തിലുള്ള പരത്താക്കി കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ കിട്ടുന്ന വാട്ടർ ബോട്ടിലിന്റെ അടപ്പ്, അതായത് നമ്മൾ വെള്ളം മേടിക്കുമ്പോൾ കിട്ടുന്ന ആ കുപ്പിയുടെ അടപ്പ്, അതുപോലെയുള്ള ചെറിയ അടപ്പുകൾ ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് പതുക്കെ ഓരോ കാഷ്യൂ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ സാധനം നമുക്ക് നേരിട്ട് എണ്ണയിലേക്ക്, ചൂടാക്കി വെച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതിന് ഇനി മസാല വേണം. ഈ മസാല എങ്ങനെയാണ് കൂട്ടുന്നത് എന്നുകൂടെ നോക്കാം. ഈ മസാല കൂട്ടുമ്പോൾ നമ്മൾ 20 ഗ്രാം കായപ്പൊടി എടുക്കുക. ഇല്ലെങ്കിൽ ജൽ ജീര പൗഡർ കിട്ടും, അതായിരിക്കും ബെറ്റർ ടേസ്റ്റ് ഡിഫറൻസിന് വേണ്ടി. ജൽ ജീര പൗഡർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അങ്ങനെ ഒരു സാധനമുണ്ട്, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. അത് 20 ഗ്രാം ആണ് വേണ്ടത്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കായപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേണ്ടത് 20 ഗ്രാം മുളക് പൊടിയാണ്. നല്ല കശ്മീരി ചില്ലി ആയിരിക്കും അതിന് നല്ലത്. ഇനി വേണ്ടത് നന്നായി പൊടിച്ച 5 ഗ്രാം കുരുമുളക് പൊടി, 5 ഗ്രാം ഗ്രാമ്പൂവിന്റെ പൊടി,
ഇത് രണ്ടും വേണ്ടിവരും. ഇനി വേണ്ടത് 10 ഗ്രാം കാരുപ്പാണ്. കാരുപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ മരുന്നുകൾ കിട്ടുന്ന കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരുപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ വില കുറഞ്ഞ ഒരു സാധനം തന്നെയാണ്. അത് 10 ഗ്രാം വേണം. നന്നായി പൊടിച്ചതായിരിക്കണം. അത് കല്ലായിട്ടാണ് വരുന്നത്. പൊടിച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഈ നമ്മൾ വറുത്ത് കോരിയ കാഷ്യൂവിലേക്ക് ഇട്ട് അപ്പോൾ തന്നെ ഇളക്കുക. ചൂടാറുന്നതിന് മുമ്പ് ഇളക്കുക. കാരണം ആ എണ്ണയോട് കൂടി ഇത് അതിൽ പിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ സാധാരണഗതിയിൽ അത് തണുക്കുന്നതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളി സാധനമായിരിക്കും. അതിന് ഗ്യാരണ്ടിയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ മാർക്കറ്റിൽ എത്തിക്കും എന്നുള്ളതാണ്. മാർക്കറ്റിൽ എത്തിക്കാൻ മാർക്കറ്റിലെ ഒരു അവസ്ഥ നോക്കിയാണ് ഇതിന്റെ ഗ്രാം നിശ്ചയിക്കേണ്ടത്. നമുക്ക് 60 ഗ്രാം 80 ഗ്രാം 100 ഗ്രാം 120 ഗ്രാം ഇങ്ങനെ നമുക്ക് പാക്കറ്റുകളിലാക്കി നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുന്നതാണ്. ഇത് പാക്കറ്റ് നമുക്ക് 60 മൈക്രോണിന് മുകളിലുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കുക. അത് കൂടാതെ നമുക്ക് ഒരു സീലിംഗ് മെഷീനെ കുറിച്ച് ഒത്തിരി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സീലിംഗ് മെഷീൻ സാധാരണഗതിയിൽ 750 രൂപ മുതൽ 1500 രൂപയ്ക്കുള്ളിൽ സാധാരണഗതിയിലുള്ള സീലിംഗ് മെഷീൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് പണം കൂടുതൽ ആകുന്ന സമയത്ത്, അല്പം കൂടി ബിസിനസ് വികസിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ബാൻഡ് സീലർ വാങ്ങിക്കാം. ബാൻഡ് സീലറിന്റെ ലിങ്കും ഈ സാധാരണ മെഷീന്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചെറിയ ഒരു വെയിങ് മെഷീൻ വേണം. 600 രൂപ മുകളിലോട്ട് ഇത് സാധനം കിട്ടുന്നുണ്ട്. ഇത് തൂക്കി അളന്ന് നമ്മൾ പാക്കറ്റിലാക്കി സീൽ ചെയ്ത് നമ്മളുടെ ഒരു സ്റ്റിക്കറും ഒട്ടിച്ച് മാർക്കറ്റിലേക്ക് ഇറക്കാം. ഈ പ്രോഡക്റ്റിന് 45 ദിവസത്തെ എക്സ്പയറി കൊടുക്കാൻ പറ്റും. കേടാകുകയില്ല. ഡോണ്ട് വറി. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇതിന്റെ ടേസ്റ്റ് ആണ് എപ്പോഴും നന്നായിരിക്കേണ്ടത്. ഈ ടേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. ആദ്യം വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വീട്ടമ്മമാർ ചെയ്യേണ്ടത് ചെറിയ രീതിയിൽ, വളരെ കുറഞ്ഞ രീതിയിൽ സീലിംഗ് മെഷീനൊക്കെ വാങ്ങിക്കാൻ വരട്ടെ. പകരം വളരെ ചെറിയ രീതിയിൽ ഇതുണ്ടാക്കി തൊട്ടടുത്ത കടകളിലൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. എന്താണ് റിപ്പോർട്ട് എന്ന് നോക്കുക. അതിന്റെ സെല്ലിങ്ങും അതിന്റെ ഡിമാൻഡും അനുസരിച്ച് മാത്രം നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും 100% ഗ്യാരണ്ടിയാണ്. ഇത്തരത്തിൽ ഉള്ള പ്രോഡക്റ്റുകൾ നമ്മളുടെ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ടേസ്റ്റ് വ്യത്യാസം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഇനി ഈ പ്രോഡക്റ്റിന്റെ ഒരു ഗുണം കൂടെ പറയാം. സാധാരണഗതിയിൽ പൊരി സാധനങ്ങൾ കഴിച്ചാൽ കുട്ടികൾ അല്ല വലിയവർക്ക് പോലും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, അസിഡിറ്റി എന്നിവ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിനകത്ത് കാരിപ്പ് ചേർത്തിട്ടുണ്ട്, അയമോദകം ചേർത്തിട്ടുണ്ട്, ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. കൂടാതെ കുട്ടികൾക്കാണെങ്കിലും വയസ്സായവർക്കാണെങ്കിലും ഇല്ലെങ്കിൽ ഏത് പ്രായക്കാർക്കാണെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇതിന് ഒരു ഫോസ്കോസിന്റെ രജിസ്ട്രേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. അതിന്റെ നമ്പർ നിങ്ങളുടെ പാക്കറ്റിന്റെ മുകളിൽ പ്രിന്റ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ സ്റ്റിക്കർ പ്രിന്റ് ചെയ്യുമ്പോൾ അതിൽ ആ നമ്പർ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഫോസ്കോസിന്റെ നമ്പർ ഇല്ലാതെ ചെല്ലുന്ന പാക്കറ്റുകൾ കടകളിൽ നിന്ന് അവർ കണ്ടെടുത്താൽ, ഫോസ്കോസിന്റെ ആളുകൾ കണ്ടെടുത്താൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ അതില്ലാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റും, ഫുഡിന്റെ ഒരു പ്രോഡക്റ്റും നിങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാൻ പാടുള്ളതല്ല. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിരുന്നു. അതിന്റെ ക്ലിപ്പിംഗ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു ബിസിനസ് ഐഡിയ ആണ്. കാരണം നല്ല രീതിയിൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ഇതിന് തന്നെ, ഈ സാധനത്തിൽ തന്നെ നമുക്ക് പല ടേസ്റ്റുകൾ ഉണ്ടാക്കാം. ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടി, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എത്ര ടേസ്റ്റ് വേണമെങ്കിലും ഇതിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.